തിരുവനന്തപുരം അമ്പലമുക്ക വിനീത വധക്കേസിൽ പ്രതിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാവും ലഭിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് സമൂഹം. സ്വർണ്ണാഭരണത്തിനു വേണ്ടി വിനീതയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ പ്രതി നേരത്തെയും 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകങ്ങൾ എല്ലാം. കേരള പോലീസ് സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. നാളെയാണ് കേസിലെ വിധി. കൊലപാതക ദിവസം രാജേന്ദ്രൻ നടത്തിയ നീക്കങ്ങൾ വേഗത്തിൽ കണ്ടെത്താനായതാണ് പോലീസിന് നേട്ടമായത്. 2022 ഫെബ്രുവരി 2 ഞായർ രാവിലെ 10:20 പ്രതി രാജേന്ദ്രൻ താൻ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റാളിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്തുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് മുഖത്ത് കറുത്ത മാസ്കും തലയിൽ കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും മുട്ടട കുറവൻകോണം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് നടക്കുന്നു. 11:32 കുറവൻകോണം മുട്ടട റോഡുകൾ രണ്ടായി തിരിയുന്ന സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി കൊല നടന്ന ടാബ്സ് അഗ്രി ക്ലിനിക് അലങ്കാര ചെടി വിൽപ്പന സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 കൃത്യസ്ഥലമായ അലങ്കാര ചെടി വിൽപ്പനശാലയുടെ സമീപത്തുള്ള ചൈതന്യ വീടിന് മുന്നിലൂടെ നടന്ന് കൃത്യസ്ഥലത്ത് പ്രവേശിച്ച് കൊലപാതകം നടത്തിയ ശേഷം കവർന്നെടുത്ത സ്വർണമാലയുമായി 11:52 ചൈതന്യ വീടിന് മുന്നിലൂടെ മടങ്ങിപ്പോകുന്നു. അക്രമം തടയാനുള്ള വിനീതയുടെ ശ്രമത്തിനിടയിൽ രാജേന്ദ്രന്റെ വലത് കൈക്ക് പരിക്കേറ്റിരുന്നു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷ കൈകാണിച്ച് കയറി മുട്ടട റോഡിലെ കോർപ്പറേഷൻ വക അലപ്പുറം കുളത്തിന് സമീപമിറങ്ങി രക്തം പുരണ്ട ഷർട്ട് കുളത്തിൽ ഉപേക്ഷിച്ച് ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ച് മുട്ടട പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപമെത്തുന്നു. 12:06 ഹെൽത്ത് സെന്ററിന് സമീപത്തു നിന്ന് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ച് ഇദ്ദേഹത്തോടൊപ്പം സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് പരുത്തിപ്പാറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. 12:11 പരുത്തിപ്പാറ വഴി കേശവദാസപുരത്തേക്കും 12:13 കേശവദാസപുരം ഉള്ളൂർ റോഡിലൂടെ ഇതേ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഉള്ളൂർ ജംഗ്ഷനിലിറങ്ങി അവിടെ നിന്ന് മറ്റൊരു ഓട്ടോയിൽ കയറി വീണ്ടും കേശവദാസപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു. 12:18 രാജേന്ദ്രനെയും കൊണ്ട് ഓട്ടോറിക്ഷ കേശവദാസപുരത്തെ ഭാരത് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറച്ച ശേഷം 12:38 രാജേന്ദ്രന്റെ താമസ സ്ഥലമായ പേരൂർക്കട ജില്ലാ ആശുപത്രിക്ക് മുൻവശം ഇറക്കുന്നു. രാത്രി 7:40 കൊലപാതക സമയത്ത് കൈയിലേറ്റ മുറിവിന് ചികിത്സ തേടി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി 3 രാവിലെ 8 സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽ കിണറിലേക്ക് കടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് 5 ഗ്രാമത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വിനീതയുടെ സ്വർണമാല 95,000 രൂപയ്ക്ക് പണയം വയ്ക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് കാവൽ കിണറിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ പെരുങ്കുഴി ബ്രാഞ്ചിലെത്തി ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് 32,000 രൂപ നിക്ഷേപിക്കുന്നു. 2022 ഫെബ്രുവരി 11 രാവിലെ 10 മണിക്ക് കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് രാജേന്ദ്രനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഒരിക്കൽ കൂടി രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടലിൽ അവശേഷിച്ച തന്റെ മറ്റു വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്ര. ഈ വരവിന് വേണ്ടി കാണിച്ച അമിത ആത്മവിശ്വാസമാണ് പ്രതിയെ വേഗത്തിൽ വലയിലാക്കിയത്. കാലിൽ മുടന്തുള്ളയാളാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.